അതിൽ ഇപ്പോൾ നമുക്കിപ്പം ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അതിൽ നമ്മളുടെ ഈ ബംഗാൾ നടിക്ക് കേസുണ്ടോ എന്ന് സർക്കാർ അന്വേഷിക്കാൻ പോവുകയാണ് എന്നാണ് കേൾക്കുന്നത്. ശ്രീലേഖ മിത്രയോട് സർക്കാർ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കും, പോലീസ് ഈ കാര്യം അന്വേഷിക്കുമെന്നാണ് കേൾക്കുന്നത്. 2009 നടന്ന സംഭവമാണ്. അതിന് തെളിവുകൾ ഹാജരാക്കുക എന്നൊക്കെ പറഞ്ഞാൽ സാഹചര്യ തെളിവുകൾ മാത്രമേ ഈ വിഷയത്തിൽ ഉണ്ടാവൂ. കാരണം രഞ്ജിത്ത് തന്നെ സമ്മതിച്ചിട്ടുണ്ട്, ശ്രീലേഖ മിത്രയും താനും ഹോട്ടലിലെ ബാൽക്കണിയിൽ ഇരുന്ന് സംസാരിച്ചുവെന്നും ആ റോളിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പരസ്പരം കൈമാറിയിരുന്നു എന്നുള്ള കാര്യമൊക്കെ രഞ്ജിത്ത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ശ്രീലേഖ മിത്രയ്ക്ക് പരാതി ഉണ്ടെങ്കിൽ അതിൽ കേസെടുത്താൽ തെളിവുകൾ ഹാജരാക്കേണ്ടി വരും. അങ്ങനെ തെളിവുകൾ ഹാജരാക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ 15 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഈ കേസിന് മുന്നോട്ട് പോക്കിന് ഒരു പക്ഷേ തടസ്സമായി തീർന്നേക്കാം. പക്ഷേ എങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സർക്കാരിൻ്റെ നീക്കം, പോലീസിൻ്റെ നീക്കം. നേരത്തെ നമ്മളുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മൊഴി നൽകിയവർക്ക് പരാതിയുണ്ടോ എന്നത് സർക്കാർ അന്വേഷിക്കണമായിരുന്നു എന്നൊരു വാദമുണ്ടായിരുന്നു. അപ്പോൾ ശ്രീലേഖ മിത്രയോട് പോലീസ് അന്വേഷിക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ശരിയാണോ ആദിൽ പാലോൺ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ബംഗാളിലാണ് ഉള്ളത് അരുൺ. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ സുജയ പാർവതി വലിയ വിശദമായൊരു അഭിമുഖം നടത്തി. ആ അഭിമുഖത്തിലും അനൌദ്യോഗികമായി നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു കേസുമായി മുന്നോട്ട് പോകാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ഈ ശ്രീലേഖ മിത്ര പറയുന്നുണ്ട് എന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യവുമാണ്. അരുൺ പറഞ്ഞു കഴിഞ്ഞു, 15 വർഷം മുൻപ് നടന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രായോഗികമായ നിയമപരമായ ചില തടസ്സങ്ങളുണ്ട്, തെളിവ് ശേഖരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. മറ്റൊന്ന്, ബംഗാളിൽ ചില സിനിമകളുമായും മറ്റും ഇപ്പോഴും തിരക്കിലാണ് ശ്രീലേഖ മിത്രയുള്ളത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ കേരളത്തിൽ പോയി കേസിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ മറ്റോ തനിക്ക് ആരോഗ്യപരമായി കഴിയില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പക്ഷേ അതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ തലത്തിൽ ഒരു പോലീസിന്റെ ഒരു അന്വേഷണം നടത്താൻ പോകുന്നു എന്ന വിവരം വരുന്നത്. അത് നമ്മൾ അവരോട് പറഞ്ഞപ്പോൾ അത് വരട്ടെ എന്ന കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഇതുവരെ അവരെ ബന്ധപ്പെട്ടിട്ടില്ല. വന്നാൽ തനിക്ക് പറ്റുമെങ്കിൽ അത് പറയും എന്നുള്ളതാണ്. പക്ഷേ അതിന്റെ പിന്നാലെ കൂടി രഞ്ജിത്തിനെ രാജിവെപ്പിക്കാനും രഞ്ജിത്തിനെ കേസിൽ കൊടുക്കാനും താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രീലേഖ മിത്രയുടെ നിലപാട്. ഏറ്റവും പ്രധാനമായി അവർ ഉന്നയിക്കുന്ന ആവശ്യം ഈ സംഭവം രഞ്ജിത്തിന് ഓർമ്മയുണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ മാപ്പ് പറയണം, അത് ഏറ്റുപറയണം എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ രഞ്ജിത്ത് അത് നിഷേധിച്ചിരുന്നു. ആ നിഷേധിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ വിമർശനങ്ങളുമായി ശ്രീലേഖ മിത്ര രംഗത്തെത്തിയത്. കേസെടുക്കണമെന്നോ രാജിവെക്കണമോ എന്നതല്ല, അത് ഏറ്റുപറഞ്ഞ് അങ്ങനെ സംഭവിച്ചു പോയി, അത് താൻ മാപ്പ് ചോദിക്കുന്നു എന്ന വാചകം തനിക്ക് കേൾക്കണം എന്നതാണ് ശ്രീലേഖ മിത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അവർ അത് ആവർത്തിച്ചുന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസ് ഇതുവരെ ഇവരെ ബന്ധപ്പെട്ടിട്ടില്ല. ബന്ധപ്പെട്ടാൽ അപ്പോൾ എന്താണോ തനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്യും. പക്ഷേ കേസുമായി മുന്നോട്ട് പോകാനും നിയമപരമായ നടപടികൾ സ്വീകരിക്കാനൊന്നും താൻ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി ശ്രീലേഖ മിത്ര പറഞ്ഞു വെക്കുന്നുണ്ട് അരുൺ. ഓക്കെ, അതിൽ എന്തായാലും നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ തേടാവുന്നതാണ്. ശ്രീലേഖ മിത്രയുടെ പോലീസിന്റെ ഫോൺ കോൾ വന്നതിന് ശേഷമുള്ള നിലപാട് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാം. അപ്പോൾ തോന്നുന്നത് ചെയ്യുമെന്ന് പറഞ്ഞതിനകത്ത് 2 സൂചനകളുണ്ട്. ഇവർ വീണ്ടും ഈ രഞ്ജിത്ത് മറുപടിയുമായി വന്ന് അവരെ പരസ്യമായി വെല്ലുവിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രീലേഖ മിത്ര പോലീസിനോട് കാര്യങ്ങളൊക്കെ കൂടുതൽ വെട്ടിത്തുറന്ന് പറഞ്ഞ് കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും നമുക്ക് നോക്കാം ആദിൽ പാലോട് ശ്രീലേഖ മിത്രയുടെ പ്രതികരണം എടുക്കുക.